എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ആരിലോട്ടാണോ, ആ യൂണിവേഴ്സൽ ക്രിയേറ്റർ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഗോഡ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ തോന്നലുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കത് വ്യക്തമാക്കി തരാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരിലോട്ടും എത്താൻ വേണ്ടി മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതായത് നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ 3 പാറ്റേണിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒന്ന്, നിങ്ങൾ ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അവയ്ക്കെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞു തുടങ്ങുക. രണ്ടാമത്, നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ഗോഡിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണമെന്ന് പറയുക, എനിക്ക് നൽകണമെന്ന് പറയുക. ഞാൻ അതിന് അവകാശമുള്ളവനാണെന്നുണ്ടെങ്കിൽ, അർഹതയുള്ളവനാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് നൽകണമെന്ന് പറയുക, താഴ്മയോടെ പറയുക. 3, നിങ്ങൾ ആത്മാർത്ഥമായി പറയുക, എനിക്ക് ഇതിനോടകം അത് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയോടെ മനസ്സുകൊണ്ട് ശുദ്ധമായി നിങ്ങൾ ആത്മാർത്ഥമായി ഒരു ഫ്രീക്വൻസി നിങ്ങൾ ഔട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ കരുതിക്കൊണ്ട് അവയ്ക്കെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുക. അതായത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി പറയുക, രണ്ടാമത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം പറയുക, മൂന്നാമത് നിങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉന്നയിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ നന്ദി പറയുക. നന്ദി പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിൽ എന്തും ഏതും നേടുവാൻ സാധിച്ചിട്ടുള്ളൂ, ഉയരങ്ങൾ കീഴടക്കുവാനും ഇതിനോടകം സാധിച്ചിട്ടുള്ളൂ. അതിനാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ പ്രാർത്ഥനകളിലൂടെയും പ്രവർത്തികളിലൂടെയും നിങ്ങൾ നേടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന പാറ്റേൺ മാറ്റിപ്പിടിക്കുക, നന്ദി പ്രകടിപ്പിക്കുക, ആഗ്രഹങ്ങൾ ചോദിക്കുക, ആ ആഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് ബിലീവ് ചെയ്യുക. നിങ്ങൾ ആരാധിക്കുന്ന ആ സൃഷ്ടാവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹത്തോടെ എന്നും എപ്പോഴും അവയ്ക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിച്ചിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.